ഹലോ ഓൾ, എജുമാഡ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് മിഷൻ സ്റ്റാറ്റിക് ജി കെയിലെ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ജി കെയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കൺട്രീസ് ആൻഡ് പാർലമെൻറ്റ്, രാജ്യങ്ങളും അവയുടെ പാർലമെൻറ്റുകളും. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ എക്സാമുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന 50 രാജ്യങ്ങളും 50 രാജ്യങ്ങളുടെ പാർലമെൻറ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് അഫ്ഗാനിസ്ഥാൻ്റെ പാർലമെൻറ്റാണ് ഷോറ. അഫ്ഗാനിസ്ഥാൻ്റെ പാർലമെൻറ്റാണ് ഷോറ. ബംഗ്ലാദേശിൻ്റെ ജത്തിയ. ഓസ്ട്രേലിയയുടേത് ഫെഡറൽ പാർലമെൻറ്റ്. ഇന്തോനേഷ്യയുടേത് പീപ്പിൾസ് കൺസൾട്ടേറ്റീവ് അസംബ്ലി. ഓസ്ട്രിയയുടെ ആണെങ്കിൽ നാഷണൽ അസംബ്ലി. ബ്രിട്ടൻ്റെ ആണെങ്കിൽ പാർലമെൻറ്റ്. ബ്രസീലിൻ്റെ ആണെങ്കിൽ നാഷണൽ കോൺഗ്രസ്. ഇതുപോലെ ഒരേ പേരുള്ള കുറേ കൺട്രികളുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ ഒത്തൊത്ത് പഠിച്ചാലും വളരെ ഈസിയാണ്. ഇപ്പോൾ നാഷണൽ അസംബ്ലി തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, നാഷണൽ കോൺഗ്രസ് തന്നെ കുറേ ഉണ്ട്. അപ്പം ഭൂട്ടാൻ്റെ ആണെങ്കിൽ സോഡു. ഡെൻമാർക്കിൻ്റെ ആണെങ്കിൽ ഫോക്കറ്റിംഗ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആദ്യത്തെ 10 രാജ്യങ്ങൾ: അഫ്ഗാനിസ്ഥാൻ ഷോറ, ബംഗ്ലാദേശ് ജത്തിയ, ഓസ്ട്രേലിയ ഫെഡറൽ പാർലമെൻറ്റ്, ഇന്തോനേഷ്യ പീപ്പിൾസ് കൺസൾട്ടേറ്റീവ് അസംബ്ലി. അപ്പോൾ ആദ്യത്തെ 5 നിങ്ങൾ 5 ഓസ്ട്രിയ നാഷണൽ അസംബ്ലി, ആദ്യത്തെ 5 മനസ്സിരുത്തുക. അഫ്ഗാനിസ്ഥാൻ്റെ ഷോറ, ബംഗ്ലാദേശിൻ്റെ ജത്തിയ, ഓസ്ട്രേലിയയുടേത് ഫെഡറൽ പാർലമെൻറ്റ്, ഇന്തോനേഷ്യയുടെ പീപ്പിൾ കൺസൾട്ടേറ്റീവ് അസംബ്ലി, ഓസ്ട്രിയയുടേത് നാഷണൽ അസംബ്ലി, ബ്രിട്ടൻ്റേത് പാർലമെൻറ്റ്, ബ്രസീലിൻ്റേത് നാഷണൽ കോൺഗ്രസ്, ഭൂട്ടാൻ സോഡു. ഇത് കുറച്ച് വെറൈറ്റിയാണ്, അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പം. ഭൂട്ടാൻ്റെത് സോഡു, വളരെ എളുപ്പമല്ലേ. ഡെൻമാർക്കിൻ്റെതും പഠിക്കാൻ എളുപ്പമുണ്ട്, ഫോക്കറ്റിംഗ്. ഇറ്റ്സ് എ ഗുഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഡെൻമാർക്കിൻ്റെത് ഫോക്കറ്റിംഗ്, പഠിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ഇത് രണ്ടും ഇതിലിപ്പം. പിന്നെ ബംഗ്ലാദേശിൻ്റെ ജത്തിയ, അതും അങ്ങനെയില്ല. ഷോറ ഒരിടത്ത് പറഞ്ഞുണ്ട്. ഷോറ എന്ന് ഒറ്റ വേർഡിലല്ല, ഇടയ്ക്ക് ഒരു ഷോറ എന്ന് പറഞ്ഞപ്പോൾ അത് കൺഫ്യൂഷൻ ആവും. എന്നാലും അഫ്ഗാനിസ്ഥാനെ പഠിച്ചു വയ്ക്കുക, ഷോറ. വേറൊരിടത്തും ഷോറ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ആദ്യത്തെ 10 രാജ്യങ്ങൾ: അഫ്ഗാനിസ്ഥാൻ ഷോറ, ബംഗ്ലാദേശ് ജത്തിയ, ഓസ്ട്രേലിയ ഫെഡറൽ പാർലമെൻറ്റ്, ഇന്തോനേഷ്യ പീപ്പിൾസ് കൺസൾട്ടേറ്റീവ് അസംബ്ലി, ഓസ്ട്രിയ നാഷണൽ അസംബ്ലി, ബ്രിട്ടൻ പാർലമെൻറ്റ്, ബ്രസീൽ നാഷണൽ കോൺഗ്രസ്, ഭൂട്ടാൻ സോഡു ആൻഡ് ഡെൻമാർക്ക് ഫോക്കറ്റിംഗ്. നെക്സ്റ്റ് അടുത്ത 10 രാജ്യം: കാനഡയുടേത് പാർലമെൻറ്റ് തന്നെയാണ്, കണ്ടോ. കാനഡയുടേത് വെറും പാർലമെൻറ്റ്. കൊളംബിയ കോൺഗ്രസ്, ഞാൻ പറഞ്ഞു കോൺഗ്രസ് അവിടെ ഇരിക്കട്ടെ, വെറും കോൺഗ്രസ് ആണെങ്കിൽ മാറിപ്പോകരുത്. പീപ്പിൾസ് കോൺഗ്രസ് അല്ല, കൊളംബിയയുടേത് കോൺഗ്രസ് ആണ്. കാനഡയുടേത് പാർലമെൻ്റ് ആണ്. ചൈനയുടേത് വെരി ഇമ്പോർട്ടൻറ്റ്, നാഷണൽ പീപ്പിൾസ് അസംബ്ലി. നാഷണൽ പീപ്പിൾസ് അസംബ്ലി, വെറും പീപ്പിൾസ് അസംബ്ലി അല്ല, നാഷണൽ പീപ്പിൾസ് അസംബ്ലിയാണ്. ഈജിപ്തിൻ്റേത് പീപ്പിൾസ് അസംബ്ലി. ക്യൂബയുടേത് നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ. ഫിൻലൻഡിൻ്റേത് എഡിസ്കുസ്ത. ഇനി ഫ്രാൻസിൻ്റെതാണെങ്കിൽ നാഷണൽ അസംബ്ലി. ഇനി കണ്ടോ, നാഷണൽ അസംബ്ലിന് കോമൺ ആയിട്ട് വേറെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഗ്രീസിൻ്റെത് ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ്. കാനഡ പാർലമെൻറ്റ്. കൊളംബിയ കോൺഗ്രസ്. ചൈനയുടേത് നാഷണൽ പീപ്പിൾസ് അസംബ്ലി. ഈജിപ്തിൻ്റേത് പീപ്പിൾസ് അസംബ്ലി. ക്യൂബയുടേത് നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ. ഫിൻലൻഡിൻ്റേത് എഡിസ്കുസ്ത. ഫ്രാൻസിൻ്റേത് നാഷണൽ അസംബ്ലി. ഗ്രീസിൻ്റേത് ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ്. ഇതിൽ ഫിൻലൻഡിൻ്റെ കുറച്ച് വെറൈറ്റി ആണ്, ഇത് മനസ്സിരിക്കും. അപ്പോൾ കാനഡ പാർലമെൻറ്റ്, കൊളംബിയ കോൺഗ്രസ്, ചൈന നാഷണൽ പീപ്പിൾസ് അസംബ്ലി, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മറന്നു പോകരുത്, തൊട്ടടുത്ത രാജ്യമാണ്, ചോദിച്ചാലും പറയാൻ പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ചൈന നാഷണൽ പീപ്പിൾസ് അസംബ്ലി, ഈജിപ്തിൻ്റെത് പീപ്പിൾസ് അസംബ്ലി, ക്യൂബയുടേത് നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ, ഫിൻലൻഡ് എഡിസ്കുസ്ത, ഫ്രാൻസിൻ്റെത് നാഷണൽ അസംബ്ലി, ഗ്രീസിൻ്റെത് ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ്. അടുത്ത 10 രാജ്യം: ഹംഗറിയുടേത് നാഷണൽ അസംബ്ലി. വീണ്ടും കണ്ടോ, നാഷണൽ അസംബ്ലി വീണ്ടും വന്നു. അടുത്ത് ഐസ്ലൻഡിൻ്റെത് അൽത്തിങ്. ഇന്ത്യയുടേത് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്, സൻസദ് എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ. പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് നോൺ എസ് സൻസദ്, മറന്നു പോകരുത്. പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് നോൺ എസ് സൻസദ്. ഇറാൻ്റെതാണെങ്കിൽ മജ്ലിസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇറാൻ്റെത് മജ്ലിസ്. ജപ്പാൻ്റെ ഡയറ്റ്, അതും വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കാൻ എളുപ്പം. ജപ്പാൻ ഡയറ്റിലാണെന്ന് കരുതിയാൽ മതി, ജപ്പാൻ ഡയറ്റ്. ഇറാഖിലാണെങ്കിൽ നാഷണൽ അസംബ്ലി. ജോർദാൻ്റെത് നാഷണൽ അസംബ്ലി. ഇറ്റലിയുടേത് ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ്, അല്ലെങ്കിൽ സെനറ്റ് എന്നും പറയാം. സെനറ്റ് എന്നും ചോദിക്കാം. ഇറ്റലിയുടെയും പാകിസ്ഥാൻ്റെയും സെനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഹംഗറി നാഷണൽ അസംബ്ലി, ഐസ്ലാൻഡിൻ്റെ ആൽത്തിങ്, ഇന്ത്യയുടെ സൻസദ്, ഇറാൻ്റെ മജ്ലിസ്, ജപ്പാൻ്റെ ഡയറ്റ്, ഇറാഖിൻ്റെ നാഷണൽ അസംബ്ലി, ജോർദാൻ നാഷണൽ അസംബ്ലി, ഇറ്റലി ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് ആൻഡ് സെനറ്റ്. അടുത്ത് ഇസ്രായേലിൻ്റെത് നെസറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇസ്രായേലിൻ്റെത് നെസറ്റാണ്, നെസറ്റ് ഈസ് ദ പാർലമെൻറ്റ്, നെസറ്റ്. കുവൈറ്റിൻ്റെത് നാഷണൽ അസംബ്ലി. മലേഷ്യ മജ്ലിസ്, മലേഷ്യയുടേതും മജ്ലിസാണ്. നേരത്തെ ഒരു മജ്ലിസ് വന്നു അല്ലേ.
ഇനി അയർലൻഡ്, ഇനിയും വരും മജ്ലിസ്. അയർലൻഡ് ഓറിയേറ്റസ് ഈ സ്പെല്ലിംഗ് ഒന്നും കാണാൻ പഠിക്കണ്ട, ഈ പേര് മാത്രം മനസ്സിരുന്നാൽ മതി, നിങ്ങളെ മനസ്സിൽ ഓടി എത്തിക്കോളും. ഒറിയേറ്റസ്, അയർലൻഡ് ഒറിയേറ്റസ്. ലിബിയ ജനറൽ പീപ്പിൾസ് കോൺഗ്രസ്. നേപ്പാൾ രാഷ്ട്രീയ പഞ്ചായത്ത്. ഇതും ഇന്ത്യയുടെ പാർലമെൻറ്റ് മാറിപ്പോകരുത്. ചിലപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ പേര് എന്നിട്ട് ഓപ്ഷനിൽ രാഷ്ട്രീയ പഞ്ചായത്താണ്. നിങ്ങൾ പഞ്ചായത്ത് നയിക്കുമ്പോൾ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും, ചിലപ്പോൾ അതുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ത്യയുടേത് സൻസദാണ്, മറന്നു പോകരുത്. നേപ്പാളിൻ്റെത് രാഷ്ട്രീയ പഞ്ചായത്ത്. ഇനി നോർവേ ആണെങ്കിൽ നോർവേയുടേത് സ്റ്റോർട്ടിങ്. മാൽദീവ്സിൻ്റെത് മജ്ലിസ്. കണ്ടോ, മജ്ലിസ് വീണ്ടും ദാ രണ്ടിടത്ത് വന്നു. നേരത്തെ ഒരെണ്ണം വന്നു, ഏതാണെന്ന് നോക്കുക മജ്ലിസ് വന്നത്. ദാടപ്പുണ്ട് ഇറാൻ്റെത്. ഇപ്പം 3 മജ്ലിസായി. റിലേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ക്ലിയർ അല്ലേ? ഇസ്രായേലിൻ്റെത് നെസറ്റാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. കുവൈറ്റിൻ്റെത് നാഷണൽ അസംബ്ലി. മലേഷ്യയുടേത് മജ്ലിസ്. അയർലൻഡിൻ്റെത് ഒറിയേറ്റസ്. ലിബിയയുടേത് ജനറൽ പീപ്പിൾ കോൺഗ്രസ്. നേപ്പാളിൻ്റെത് രാഷ്ട്രീയ പഞ്ചായത്ത്. നോർവേയുടേത് സ്റ്റോർട്ടിങ്. അടുത്ത് മാൽദീവ്സിൻ്റെത് മജ്ലിസ്. ഇനി ഒമാൻ്റെ പാർലമെൻറ്റ് എപ്പോഴും മനസ്സിരിക്കും, ഇറ്റ് ഈസ് മൊണാർക്കി, വെരി ഇമ്പോർട്ടൻറ്റ്. ഒമാൻ്റെതാണെങ്കിൽ മൊണാർക്കി എന്നാണ് അറിയപ്പെടുന്നത്. നെതർലാൻഡിൻ്റെ ആണെങ്കിൽ സ്റ്റേറ്റ്സ് ജനറൽ. നോർത്ത് കൊറിയയുടെ ആണെങ്കിൽ സുപ്രീം പീപ്പിൾസ് അസംബ്ലി. ന്യൂസിലൻഡിൻ്റെത് പാർലമെൻറ്റ്. ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീണ്ടും പറയുന്നത് ന്യൂസിലൻഡ് പാർലമെൻറ്റ്. പാകിസ്ഥാൻ്റെത് 2 പേരുണ്ട്, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നാഷണൽ അസംബ്ലി എന്നും പേരുണ്ട്, സെനറ്റ് എന്നും പേരുണ്ട്. നേരത്തെ ഞാനൊരു സെനറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. സെനറ്റ് ഇതാ ഇവിടെ പറഞ്ഞു, ഇറ്റലിയുടെ പറഞ്ഞു. ഇറ്റലിയും പാകിസ്ഥാനും സെനറ്റ് എന്നുണ്ട്, സെനറ്റ് മറന്നു വരുത്, സെനറ്റ്. അടുത്ത് മ്യാൻമറിൻ്റെ ആണെങ്കിൽ പിത്യു ഹ്ലുട്ട എന്നാണ് എന്താ അറിയപ്പെടുന്നത്. മ്യാൻമറിൻ്റെ അറിയപ്പെടുന്നത് പോളണ്ടിന്. ഇതൊക്കെ വെറൈറ്റി നെയിം ആയതുകൊണ്ട് നിങ്ങളെ മനസ്സിൽ അങ്ങനെ ഇരിക്കും, വായിക്കൊള്ളാത്ത പേരായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിക്കും. അടുത്ത് പോളണ്ടിനാണെങ്കിൽ സെജിൻ. റഷ്യയുടെ ആണെങ്കിൽ ഡ്യൂമ, വെരി ഇമ്പോർട്ടൻറ്റ്. റഷ്യയുടേതാണെങ്കിൽ ഡ്യൂമ. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഒമാൻ്റെത് മൊണാർക്കി. നെതർലാൻഡിൻ്റെ സ്റ്റേറ്റ്സ് ജനറൽ. നോർത്ത് കൊറിയയുടേത് സുപ്രീം പീപ്പിൾസ് അസംബ്ലി. ന്യൂസിലൻഡ് പാർലമെൻറ്റ്. പാകിസ്ഥാൻ നാഷണൽ അസംബ്ലീസ് ഓർ സെനറ്റ്. മ്യാൻമർ പിത്യു ഹ്ലുട്ട. അടുത്ത് പോളണ്ടിൻ്റെത് സെജിൻ. റഷ്യയുടേത് ഡ്യൂമ, വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് അടുത്ത 10 സൗദി അറേബ്യ മജ്ലിസ് അൽ ഷുറ. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ഷോറ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മജ്ലിസ് അൽ ഷുറ, ഇറ്റ് ഈസ് സൗദി അറേബ്യയുടെ ആണ്. അടുത്ത് സൗത്ത് കൊറിയയുടെ ആണെങ്കിൽ നാഷണൽ അസംബ്ലി. എത്രാമത്തെ നാഷണൽ അസംബ്ലി ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാം. വെറൈറ്റി ആയിട്ടുള്ള പേര് ആദ്യം പഠിക്കുക, പിന്നെ ബാക്കിയുള്ളതിന് എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യുക. അടുത്ത് ഫിലിപ്പൈൻസിൻ്റെ ആണെങ്കിൽ കോൺഗ്രസ്, ദ കോൺഗ്രസ്. സ്പെയിൻ്റെ ആണെങ്കിൽ ക്രോട്ടസ്, വെരി ഇമ്പോർട്ടൻറ്റ്. തുർക്കിയുടെ ആണെങ്കിൽ ഗ്രാൻഡ് നാഷണൽ അസംബ്ലി. ജർമ്മനി വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബുണ്ടസ്റ്റാഗ് എന്നറിയപ്പെടുന്നത് ജർമ്മനി. തായ്വാൻ്റെ ആണെങ്കിൽ യുവൻ. അടുത്ത് USA ആണെങ്കിൽ കോൺഗ്രസ്. ഇത്രയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആദ്യത്തെ 50 രാജ്യങ്ങളും അവയുടെ പാർലമെൻറ്റും. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ഇതൊന്നുകൂടെ പറയാം. സൗദി അറേബ്യ മജ്ലിസ് അൽ ഷുറ. അടുത്ത് സൗത്ത് കൊറിയ ആണെങ്കിൽ നാഷണൽ അസംബ്ലി. ഫിലിപ്പൈൻസിൻ്റെ ആണെങ്കിൽ ദ കോൺഗ്രസ്. സ്പെയിൻ്റെ ആണെങ്കിൽ ക്രോട്ടസ്. തുർക്കിയുടെ ആണെങ്കിൽ ഗ്രാൻഡ് നാഷണൽ അസംബ്ലി. ജർമ്മനിയുടേത് ബുണ്ടസ്റ്റാഗ്. തായ്വാൻ്റെത് യുവാൻ. അടുത്ത് USA ആണെങ്കിൽ കോൺഗ്രസ്. ഇത്രയും ക്ലിയർ അല്ലേ? So thank you for watching Edumed Academy. Subscribe the channel for more videos.